ഹലോ, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമാണെന്നറിയാം. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. അങ്ങനെ ഇതാ രാവിലെ ഒരു 6:30 ആയപ്പം നമ്മുടെ അംഗം തുടങ്ങിക്കഴിഞ്ഞു. അതായത് വീട്ടിൽ ഇപ്പം എല്ലാ സ്ത്രീകളും വീട്ടിൽ നിന്ന് രാവിലെ ഹസ്ബൻഡും കുട്ടികളും സ്കൂളിൽ പോവുക, ഹസ്ബൻഡ് ജോലിക്ക് പോവുക, അങ്ങനെയുള്ള എല്ലാവരും തന്നെ രാവിലെ എഴുന്നേറ്റ പാട് നേരെ പോകുന്ന അടുക്കളയിലേക്കായിരിക്കും. അപ്പം ഞാനും നേരെ അടുക്കളയിലേക്ക് പോയിട്ട് എൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ചായക്ക് വെള്ളം വെച്ചു, അരി ഇടാനുള്ള വെള്ളം വെച്ചു. മോന് സ്കൂളുള്ള ഒരു ദിവസമാണ്, അപ്പോൾ അവന് ഫുഡൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അതിനുള്ളതാണ്. പിന്നെ അങ്ങനെ ബ്ലാക്ക് കോഫി അറിയാമല്ലോ, കട്ടൻ ചായയാണ് ഇവിടെ പതിവ്. അപ്പോൾ അത് ഉണ്ടാക്കുകയാണ്. പിന്നെ കുട്ടികളെ സ്കൂളിൽ വിടുന്നതിൻ്റെ ആ ഒരു ഇതിൽ എല്ലാവർക്കും അറിയാം, എല്ലാ വീട്ടമ്മമാരും സ്കൂളിൽ കുട്ടികൾ പോകുമ്പോൾ സാധാരണ എങ്ങനെയായിരിക്കും രാവിലത്തെ റൊട്ടീൻസ് എന്നുള്ളത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും. ഷടവളാന്നിരിക്കും. അത് തന്നെയാണ് ഇവിടെയും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, എങ്ങനെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ എൻ്റെ റെസിപ്പി വീഡിയോസിനെക്കാട്ടും കൂടുതൽ എനിക്ക് വ്യൂ കിട്ടുന്നത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിനാണ്. എന്താണ് ഇതിൽ ഇത്രമാത്രം ആൾക്കാർക്ക് കാണാൻ ഇൻട്രസ്റ്റ് എന്നുള്ളത് എനിക്കറിയില്ല. സാധാരണ എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്നത് തന്നെ ഞാനും ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇത് കാണാൻ ഇഷ്ടമുള്ളവർ കുറേ പേരുണ്ട്, എപ്പോഴും എന്നോട് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യമോനും എണീച്ചിട്ടുണ്ട്. ആദ്യമാണ് കേട്ടോ ഇവിടെ ഫസ്റ്റ് എഴുന്നേൽക്കുന്ന ആൾ. രാവിലെ ഓൻ എഴുന്നേക്കും. രാത്രി ലേറ്റായിട്ടാണ് കിടക്കുക, പക്ഷേ എന്നാലും ഓൻ രാവിലെ ഫസ്റ്റ് എഴുന്നേൽക്കുന്ന ഓനായിരിക്കും. ഓനും എഴുന്നേറ്റ് വന്ന പാടെ എനിക്ക് ചായ വേണം. അപ്പോൾ ഓന് ചായ കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ തലേ ദിവസം തന്നെ ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മാവ് അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചൂടോടെ തന്നെ മോനിക്ക് കൊടുക്കുക വിചാരിച്ചിട്ടാണ്. അവനെ എണീച്ച് ബ്രഷൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി അവന് കുളിക്കാനുള്ള വെള്ളം വെക്കുന്നുണ്ട്. പിന്നെ ദോശ അവന് കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചോറ് കുക്കറിൽ വെക്കുന്നത് 2-3 പേരെന്നോട് ചോദിച്ചു. കുറേ പേർക്ക് അറിയില്ല. ഒരു വിസിലടിച്ചതിന് ശേഷം ഓഫ് ചെയ്തിടുക. ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ, നല്ല വേവുള്ള അരിയാണെങ്കിൽ എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ എയർ കളഞ്ഞിട്ട് നമ്മൾ കുക്കറിൽ നിന്ന് വാർത്താൽ മതി ചോറ്. പിന്നെ മോന് ടിഫിൻ ബോക്സ് റെഡി ആക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്നാക്സ് എന്തെങ്കിലും കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ കൂടുതലും ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എന്തെങ്കിലും, അവന് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്തെങ്കിലും അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കൊടുത്തു വിടാറ്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് കൊടുത്തു വിടുക. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കു ഉണ്ടായിരുന്നു. ചിക്കും കുക്കുംബർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ആണ് കൊടുത്തു വിടുന്നത് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ 2-3 കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ആ സമയത്ത്
ക്യാമറയും കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടൈം പോകുന്നൊരു കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് റെസിപ്പീസ് ചെയ്യലാണ് വീഡിയോസ് എടുക്കുന്നതിൽ ഏറ്റവും വലിയ യൂട്യൂബിൽ വീഡിയോസ് എടുക്കുന്നതിൽ ഏറ്റവും റിസ്ക് ഉള്ള കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഓരോന്ന് കട്ട് ചെയ്യുമ്പോഴും ഒക്കെ ക്യാമറ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് അങ്ങനെ നല്ല റിസ്ക് ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് ടൈം കളയാണ്ട് മോന് ലഞ്ചിന് കൊണ്ടുള്ള കുറച്ച് കറിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കി. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം വീഡിയോ എടുക്കാനും കൂടി നിന്നിട്ടുണ്ടെങ്കിൽ ടൈം ഒരുപാടാകും. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ആണ് ബാക്കി കാര്യങ്ങൾ. പക്ഷേ വേറെ 2-3 റെസിപ്പീസ് ഇന്ന് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മോനുള്ള കറിയും ചോറും ഒക്കെ സെറ്റായി കഴിഞ്ഞു. ആൾക്ക് ചോറിൽ കുറച്ച് കറി ഇല്ലെങ്കിൽ ചോറ് ഫുള്ളായിട്ട് കഴിക്കില്ല, അധികം എരിവ് ഉണ്ടാവാനും പാടില്ല. അപ്പോൾ കുറച്ച് കറിയും ഉപ്പേരിയും എല്ലാ ഐറ്റംസും വേണം. അപ്പോൾ അതങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് ആളെ കുളിച്ച് ഫ്രഷായി ഡ്രസ്സ് ചെയ്ത് ആളെ കൊണ്ടുപോയി വിടണം. രാവിലെ തന്നെ ഷെമിക്ക് പുറത്തേക്ക് പോകും. പിന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് ആൾ വരിക. അതുകൊണ്ട് കുട്ടികളെ 2 പേരെയും ഞാൻ തന്നെ മാനേജ് ചെയ്യണം. പിന്നെ സ്കൂൾ ബസ്സിലേക്ക് കയറ്റി വിടാൻ പോകുമ്പോൾ ചെറിയ ആളെയും കൂട്ടണം. ഒരാൾ മാത്രം കൊണ്ടുപോകൽ നടക്കില്ല. ഇവിടുന്ന് ഒരു 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട് ബസ് വരുന്ന ഏരിയയിലേക്ക്. അപ്പോൾ ലഞ്ചെല്ലാം ഞാൻ കിറ്റിലാക്കിയിട്ട് ആളെ ഡ്രസ്സ് ചെയ്ത് മാറ്റിയിട്ട് ഇനി ബസ് കയറ്റി വിട്ടിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ മോനെ ബസ് കയറ്റി വിടാൻ പോവാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള വിഷ്വൽസ് 2 ദിവസം മുമ്പുള്ളതാണ്. അതായത് ഈ റെസിപ്പീസ് അന്നത്തെ ദിവസത്തെ അല്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ അതും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കാരണം ഞാൻ മോനെ രാവിലെ വിടുമ്പോൾ തന്നെ ചോറും കറികളെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ റെസിപ്പീസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ കാരണം കൊണ്ട് ഞാൻ അതിന് മുമ്പ് ചെയ്തു വെച്ച റെസിപ്പി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾ ഫുഡ് മാത്രമാണ്, നോൺ വെജ് ഒന്നുമില്ല, ഫുള്ള് വെജിറ്റേറിയൻ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് സാമ്പാറും വേറെ 2-3 കറികളും കൂടി അതിൻ്റെ റെസിപ്പീസും കൂടി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ സാമ്പാറൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഞാൻ വെക്കുന്ന ഇനി ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ സിമ്പിളായിട്ട് സാമ്പാർ വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വെജിറ്റബിൾസ് കംപ്ലീറ്റ് എല്ലാം കട്ട് ചെയ്തെടുത്തു. സാമ്പാർ കഷ്ണങ്ങളെല്ലാം നമ്മൾ മാർക്കറ്റിൽ നിന്ന് എങ്ങനെയായാലും സാമ്പാർ കഷ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തരും. അപ്പോൾ അത് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് അതിലേക്ക്
ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ സാമ്പാർ പൊടി ഉപയോഗിക്കുന്നുണ്ട്. വീട്ടിലുണ്ടാക്കിയതല്ല, പാക്കറ്റാണ്, നിറബറേൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ പുളി പിഴിഞ്ഞ വെള്ളമാണ് ഒഴിക്കുന്നത്. വേറെ വെള്ളമൊന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഈ പുളിവെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് അധികമൊന്നും വേണ്ട, ചെറിയൊരു പുളിപ്പ് മതി. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പുളി എടുത്തിട്ട് അതൊന്ന് കുതിർത്തിയിട്ട് ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൻ്റെ മൂടിയിട്ടിട്ട് ഒരു വിസിലേ വരാൻ പാടുള്ളൂ. ഓവർ വിസിൽ അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് കലങ്ങിപ്പോവും. അതുകൊണ്ട് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൽ ഇടാത്തൊരു സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്കയാണ്. അപ്പോൾ വെണ്ടയ്ക്ക നമുക്ക് അതിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ കറിക്കൊരു കൊഴുപ്പ് വരും സാമ്പാറിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിത് നമ്മളിങ്ങനെ സാമ്പാറിലേക്ക് വറുത്തൊഴിക്കില്ലേ, ആ സമയത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാൻ കഴുകിയിട്ട് വെണ്ടക്ക കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സാമ്പാർ വെക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ. നമ്മൾ വെജിറ്റബിൾ കറികളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാറിലെ എല്ലാ കഷ്ണങ്ങളും കഴിക്കുന്ന ഇഷ്ടമാണ്. അതേ ശീലം ഞാൻ എൻ്റെ മക്കളിലും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്കും വെജിറ്റബിൾസൊക്കെ കഴിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ കറി വെച്ച് പച്ചക്ക് കഴിക്കാനോ സാലഡ് ഉണ്ടാക്കി കൊടുത്താലൊക്കെ കുറച്ചേ കഴിക്കുള്ളൂ, ചിലപ്പോൾ ഒരു 2-3 കഷ്ണം. അപ്പം സാമ്പാറാകുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ എല്ലാം ചോറിൻ്റെ കൂടെ അങ്ങനെ കഴിച്ച് എല്ലാ പച്ചക്കറിയും അവരെ വയറ്റിലെത്തും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കാറുണ്ട്. ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ സാമ്പാറിൻ്റെ ഒരു വിസിൽ വന്നു. എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഞാൻ കുക്കറിൻ്റെ മൂടി തുറന്നു. കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. കലങ്ങിയൊന്നും പോയിട്ടില്ല, ഒന്നും കലങ്ങിപ്പോയിട്ടില്ല. കണ്ടോ, കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഒറ്റ വിസിലിൽ തന്നെ ഓഫ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ പുളിവെള്ളം മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വെജിറ്റബിൾസിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അത്യാവശ്യം നല്ല വെള്ളമായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കത് വറുത്തൊഴിക്കുക. ഇത്രയേ ഉള്ളൂ. സാമ്പാറിൻ്റെ പരിപാടി പെട്ടെന്ന് കഴിയുന്ന പരിപാടിയാണ്. കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയേ വേണ്ടുള്ളൂ. അപ്പോൾ ഞാനിതാ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് അധികം തന്നെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വെണ്ടക്ക ഇതിലിട്ടിട്ടൊന്ന് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു വഴുവഴുക്കൽ, ആ കൊഴുപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഈ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കടുകിട്ടു, അതിലേക്ക് വറ്റൽമുളക് ഇട്ടു, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെണ്ടക്ക അതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു കൊഴുപ്പ് പോകുന്നവരെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കുന്നുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മുരിയിച്ചെടുക്കുന്നുണ്ട്. അപ്പം സാമ്പാറിൽ വെണ്ടക്ക കിടക്കുമ്പോൾ കറിക്ക് ആ ഒരു വെണ്ടക്കേൻ്റെ കൊഴുപ്പ് വരാൻ ചാൻസ് ഇല്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളാണ് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഞാനിതാ വെണ്ടക്ക നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് സാമ്പാർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിറബറയുടെ നമ്മൾ നേരത്തെ എടുത്ത അതേ സാമ്പാർ പൗഡർ ഒരു 2 ടീസ്പൂൺ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പൊടി ഇട്ട് വറുത്തൊഴിക്കുക എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ ആ എണ്ണയിലേക്ക് ആ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും പരിപ്പും എല്ലാം കൂടിയുള്ള മിക്സില്ലേ, അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മളെ സാമ്പാർ റെഡി. ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഒരു ചട്ടി സാമ്പാർ വെച്ചിട്ടുണ്ട്. ഇത് ഇന്നത്തേനെക്കാട്ടിയും ടേസ്റ്റ് ആയിരിക്കും നാളെ കഴിക്കാൻ. അതായത് വെച്ച ദിവസത്തിൻ്റെ പിറ്റേ ദിവസം കഴിക്കാനാണ് സാമ്പാർ എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. എനിക്കിത് ഒരു 2-3 ദിവസം വെച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ എനിക്കും മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ എന്താ പറയുക, സാമ്പാർ ഉണ്ടാക്കാൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനിങ്ങനെയാണ് സാമ്പാർ എപ്പോഴും പ്രിപ്പയർ ചെയ്യാറ് കേട്ടോ. ഇനി അടുത്തതായിട്ട് സാമ്പാറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ഉപ്പേരിയാണ്. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അതിന് ശേഷം ഞാൻ ചോപ്പറിൽ ആണ് വെജിറ്റബിൾ ചോപ്പറിൽ ക്യാരറ്റ് കട്ട് ചെയ്തെടുത്താണ് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തതും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് തേങ്ങ കുറച്ചെടുത്തിട്ട് 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് അതൊന്ന് മിക്സിയിൽ കറക്കിയെടുത്താണ് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റായി. പിന്നെ അതവിടെ കിടന്ന് കുക്കായിക്കോളും. പിന്നെ അടുത്തതായിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മോരുകറിയാണ്. അപ്പം നമ്മൾ സാമ്പാറും അതിലേക്ക് വേണ്ട ഉപ്പേരിയും ഏകദേശം സെറ്റായി. ഇനി ഒരു സിമ്പിളായിട്ടുള്ള ഒരു മോരുകറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഞാൻ ഇന്ന് എല്ലാം സിമ്പിളായിട്ട് എങ്ങനെ പെട്ടെന്ന് ബിഗിനേഴ്സിനൊക്കെ പറ്റി അവർക്ക് ഇപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് കുറച്ച് വെജിറ്റബിൾ കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കണം, അതും പെട്ടെന്ന് കാര്യങ്ങൾ കഴിയണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു യൂസ്ഫുള്ളാകുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എല്ലാം ഷടപടാന്ന് ഉണ്ടാക്കിയതാണ്. ഒന്നിനും അധികം പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ കറികളാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തിട്ടു. അതൊന്ന് വഴണ്ട് വന്നപ്പം അതിലേക്ക് കുറച്ച് സവാള വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും തന്നെ ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഞാൻ ഈ ഉള്ളി പച്ചമുളകൊക്കെ നല്ലോണം ഒന്ന് വാടി വന്നപ്പോൾ മിക്സീൻ്റെ ജാറിലേക്ക് ഒരു പിടി തേങ്ങയും അതിലേക്ക് കുറച്ച് തൈരും ഒഴിച്ചു കുറച്ച് ജീരകവും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ലേ, വെറും തൈരിലാണ് ഇത് അടിച്ചെടുത്തിട്ടുള്ളത്. അത് ഞാൻ എന്നിട്ട് നമ്മൾ ഈ ഉള്ളിയും പച്ചമുളകും ഇട്ട് വാടിയതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതൊന്നും തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും, അതായത് മൊത്തത്തിൽ വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ സിമ്പിളല്ലേ. ഇനി ഇത് തിളയ്ക്കുകയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ മോരുകറി റെഡിയാണ്. അപ്പം കാര്യമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കുറച്ച് തേങ്ങ ചിരവേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഷടപടാന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരമണിക്കൂർ പോലും വേണ്ട ഈ ഐറ്റംസൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. അപ്പം 3 കറികളായി. അപ്പോൾ നമ്മൾ മോരുകറി റെഡിയായി. തള വന്ന് തുടങ്ങിയപ്പോഴത്തേക്കും ഓഫ് ചെയ്തു. ഉപ്പേരി റെഡിയായി. നമ്മളെ സാമ്പാറും റെഡിയായി. ഇനി മോരിലേക്ക് നമുക്ക് വറുത്തൊഴിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ കടുക്, കുറച്ച് ഉലുവ, പിന്നെ 2-3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ മോര് കാച്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ പരിപാടി അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ റെസിപ്പീസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സാമ്പാർ, മോരുകറി, ക്യാരറ്റ് ഉപ്പേരി. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതിപ്പോൾ എന്തായാലും ഈ പ്ലേറ്റിലേക്ക് കുറച്ച് ചൂടുള്ള ചോറും എടുത്ത് അതിലേക്ക് കുറച്ച് മോരുകറിയും നമ്മുടെ സാമ്പാർ ചട്ടി നിറഞ്ഞു കിടക്കുന്നുണ്ട് അല്ലേ. സംഭവം പെട്ടെന്ന് തീർന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 2 ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഞാനും കുട്ടികളും ഷെമിക്കയും മാത്രമേ കഴിച്ചു. ഷെമിക്ക് അധികം കഴിക്കുന്ന ഒരാളല്ല, ആൾക്ക് നോൺ വെജാണ് ഇഷ്ടം. വെജിറ്റേറിയൻ ഒരു നേരം കൂടി വന്നാൽ 2 നേരം അത്രേ കഴിക്കുള്ളൂ. പിന്നെ ഞാനും കുട്ടികളും തന്നെയാണ് കഴിക്കേണ്ടത്. അപ്പം 2 ദിവസം ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. 2ാമത്തെ ദിവസം കൂട്ടുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഉപ്പേരി, ക്യാരറ്റ് ഉപ്പേരി, ഇതൊക്കെ കൂട്ടിയൊരു പിടുത്തം പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് മുളക് അച്ചാറാണ് കേട്ടോ. മുളകാണ് സംഭവം. ചെറിയൊരു മധുരവും പുളിയും എരിവൊക്കെ ആയിട്ടുള്ള ഒരു അച്ചാറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ. അതും കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം ഇതാ മോനെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം നല്ല മഴയായിരുന്നു. നല്ല അടിപൊളി ഒരു മഴ തന്നെ പെയ്തു. നല്ല രസമായിരുന്നു. ചൂടൊക്കെ ഒന്ന് അന്നത്തെ ദിവസം കുറച്ചൊരു കുറവുണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ആ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.